സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന പുതിയ കാര്യമല്ല. ശത്രുരാജ്യത്തോടെന്ന പോലെയുള്ള പ്രതികാര നടപടികളും ഇന്ന് മലയാളിക്ക് സുപരിചിതമായി മാറിയിരിക്കുന്നു. അവഗണനയുടെ അങ്ങേയറ്റത്തെ കയ്പ് നിരന്തരം നമ്മൾ രുചിക്കുന്നു. വിവേചനപരവും അവഗണന നിറഞ്ഞതുമായ നടപടികളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടി ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ട്. കേരളത്തിന്റെ ഉള്ളുലച്ച പ്രകൃതി ദുരന്തമായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. ഇന്ത്യ കണ്ട മഹാദുരന്തങ്ങളിലൊന്ന്. പതിവ് രീതി എന്ന പോലെ കേരളത്തോട്, വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട് തരിച്ചു നിൽക്കുന്ന മനുഷ്യരോട് കേന്ദ്രത്തിലെ BJP സർക്കാർ മുഖം തിരിച്ചു. ഒരു സഹായവും നൽകിയില്ല. LDF സർക്കാരിന്റെ കൈപിടിച്ച വയനാടിന് അതിജീവന പാതയിൽ മുന്നേറുമ്പോൾ ആ വാർത്തയെത്തി. കേന്ദ്ര സർക്കാർ വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി തുക അനുവദിച്ചിരിക്കുന്നു. ആവശ്യപ്പെട്ടതിന്റെ ചെറിയൊരു ശതമാനം മാത്രം അനുവദിച്ച പേരിന് മാത്രം ഒരു സഹായം. ദുരന്തമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി എത്തി എല്ലാം നേരിൽ കണ്ടതാണ്. അന്ന് ആ 56 ഇഞ്ച് നെഞ്ച് പിടഞ്ഞില്ലെന്നതാണ് പിന്നീട് നമ്മൾ അനുഭവിച്ച യാഥാർത്ഥ്യം. സംസ്ഥാന സർക്കാർ നിരവധി തവണ നിവേദനവും മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് റിപ്പോർട്ടും തയ്യാറാക്കി നൽകിയെങ്കിലും ചില്ലിക്കാശ് തന്നിരുന്നില്ലല്ലോ. ഇപ്പോൾ സഹായമെത്തി. കേരളം ആവശ്യപ്പെട്ടത് 2221 കോടി രൂപയാണ്. എന്നാൽ അനുവദിച്ചതാകട്ടെ 260 കോടി രൂപ. 2022 മണ്ണിടിച്ചിലുണ്ടായ അസമിന് 1270 കോടി രൂപയാണ് വകയിരുത്തിയത്. ഹിമാചൽ പ്രദേശിന് 1000-ലധികം കോടി രൂപ, ഉത്തരാഖണ്ഡിന് 1600-ലേറെ കോടി രൂപയും അനുവദിച്ചിടത്താണ് കേരളത്തോട് മാത്രമുള്ള ഈ ഞെട്ടിപ്പിക്കുന്ന അവഗണന എന്നുകൂടി അറിയണം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി തുക അനുവദിക്കുമ്പോൾ കേരളത്തോട് മാത്രമുള്ള ഈ സെലക്ടീവ് വിവേചനം എന്തിന്റെ പേരിലാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണെന്നത് മാത്രമാണ് ഈ വൈരാഗ്യത്തിന്റെയും പ്രതികാരത്തിന്റെയും എല്ലാം അടിസ്ഥാനം. രാജ്യത്തിനു തന്നെ അഭിമാനമാകുന്ന തരത്തിൽ ഭരണ മികവ് കാഴ്ചവെക്കുന്ന സർക്കാരാണ് നമ്മുടേത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ഊട്ടിയുറപ്പിച്ചും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തിയും വികസനത്തിൽ വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ടു പോവുകയാണ് നമ്മുടെ സർക്കാർ. മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമായ LDF സർക്കാരിന്റെ വീക്ഷണം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. വർഗീയതയെ വാഴിക്കുന്ന മണ്ണല്ല നമ്മുടേത്. അതുകൊണ്ട് തന്നെ BJPയെ കേരളം അംഗീകരിച്ചിട്ടുമില്ല. അതുതന്നെയാണ് ഈ അവഗണനയ്ക്കെല്ലാം പിന്നിൽ. LDF സർക്കാരിന്റെ നേട്ടങ്ങൾ അവരെ വിറളി പിടിപ്പിക്കുന്നു. പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ ഒരു ജനതയെ ആകമാനം തകർക്കാനും തളർത്താനും ശ്രമിക്കുന്നത് നീതി അർഹിക്കാത്തതാണ്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ആകെ തകിടം മറിക്കുന്ന വിധമുള്ള നിലപാടുകളാണ് കേന്ദ്ര സർക്കാരും ഒപ്പം UDFും എന്നും സ്വീകരിക്കുന്നത്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി ഇടതു സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സംസ്ഥാനത്ത് പ്രശ്നങ്ങളും അസ്ഥിരതയും സൃഷ്ടിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് വാഗ്ദാനം ചെയ്ത വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് നാളുകളേറെയായിട്ടില്ല. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്നാൽ തുറമുഖം നിർമ്മിക്കാൻ നിക്ഷേപം നടത്തുന്നവർക്ക് നഷ്ടം നികത്താനായി നൽകുന്ന ധനസഹായമാണ്. ഇത് ഒരു ഗ്രാന്റ് ആണ്, വായ്പയല്ല. അതുകൊണ്ട് തന്നെ തിരിച്ചടക്കേണ്ടതുമല്ല. പക്ഷേ കേരളത്തിന്റെ കാര്യത്തിൽ ഇത് വായ്പയായി കണക്കാക്കുമെന്നാണ് കേന്ദ്ര നിലപാട്. പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ മാത്രമേ പണം അനുവദിക്കൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. സംസ്ഥാനത്തിന് അർഹമായ ഗ്രാന്റ് വായ്പയായി മാറ്റി ദ്രോഹിക്കാനുള്ള വ്യക്തമായ നീക്കം. 2018 മഹാപ്രളയത്തിന്റെ കാലത്ത് വിതരണം ചെയ്ത സൗജന്യ അരിക്ക് പോലും പണം പിടിച്ചുപറിച്ച കേന്ദ്ര സർക്കാരിൽ നിന്ന് മറ്റെന്ത് പ്രതീക്ഷിക്കാനാണല്ലേ? അന്ന് മറ്റ് രാജ്യങ്ങൾ കേരളത്തിന് നൽകാമെന്ന് പറഞ്ഞ സഹായങ്ങൾ അടക്കം തടഞ്ഞത് ആരും മറന്നിട്ടുണ്ടാവില്ല. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. അതിന്റെ ഭാഗമായ സംസ്ഥാനമാണ് കേരളം. ഒരു ഫെഡറൽ രാജ്യത്തിന്റെ വികസനം സാധിച്ചെടുക്കേണ്ടത് കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടിയാണ്. ഓരോ സംസ്ഥാനത്തിന്റെയും ആവശ്യകത പരിഗണിച്ച ധനപരമായ അവകാശങ്ങൾ അംഗീകരിക്കേണ്ടതും സഹായങ്ങൾ നൽകേണ്ടതും കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണെന്നിരിക്കെ കേരളത്തിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം നീതി നിഷേധിക്കുന്നതിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? കേരളവും ഇവിടുത്തെ ജനങ്ങളും തുലയട്ടെ എന്ന കേന്ദ്ര സർക്കാരിന്റെ അതേ നിലപാടാണ് സംസ്ഥാനത്തെ BJPക്കും. അതിൽ എതിർപ്പൊന്നും പറയാതെ കേരളത്തിനായി ഒരു വാക്കുപോലും ഉരിയാടാതെ കൂട്ടുനിൽക്കുന്ന UDFനെയും മലയാളികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതുകൊണ്ടൊന്നും കേരളം തകരില്ല. അർഹമായത് നൽകാതെ സാമ്പത്തികമായി ഞെരിക്കുമ്പോഴും നമുക്കെല്ലാം പ്രതീക്ഷയുടെ വെട്ടം പകരുന്ന, കൈവിടില്ലെന്ന ആത്മവിശ്വാസം ഓരോ നിമിഷവും നൽകുന്ന ഇടതു സർക്കാർ ഇവിടെയുണ്ട് എന്നതുകൊണ്ട് തന്നെ